വൈക്കം. വൈക്കം കായലിൻ്റെയും വൈക്കത്തഷ്ടമിയുടെയും വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും നാട്. വൈക്കം എന്ന പേരെങ്ങനെ വന്നു ഈ നാടിന്? വയ്യാഘ്രപുരം, വ്യാഘ്രപാദപുരം എന്നിങ്ങനെ തമിഴ്നാട്ടിലെ ചിദംബരത്തു നിന്നും വന്ന വ്യാഘ്രപാദ മുനിയുമായി ബന്ധപ്പെട്ടാണ് വൈക്കത്തിൻ്റെ സ്ഥലനാമം ഉരുത്തിരിഞ്ഞത് എന്ന് പറയുന്നു. ആരാണ് ഈ വ്യാഘ്രപാദ മുനി? എന്താണ് ഈ വിചിത്രമായ പേരിൻ്റെ പിന്നിലെ കഥ? ചുവർ ചിത്രങ്ങളും മിത്തുകളും ഖരൻ എന്ന ശിവഭക്തനായ അസുരൻ പോയ വഴിയെ തമിഴ്നാട്ടിലെ ചിദംബരത്തുള്ള പുരാതനമായ ശിവക്ഷേത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. തില്ലൈ നടരാജക്ഷേത്രമെന്ന ചിദംബരം ശിവക്ഷേത്രം. അവിടെ ജീവിച്ചിരുന്ന വ്യാഘ്രത്തിൻ്റെ അല്ലെങ്കിൽ പുലിയുടെ കൈകാലുകളുള്ള മുനി, അദ്ദേഹമാണ് വ്യാഘ്രപാദർ. ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ പരമഭക്തനായിരുന്നു അദ്ദേഹം. പ്രഭാതത്തിൽ ശിവപൂജ ചെയ്യുവാനായി കാട്ടിലെ മരങ്ങളിലുണ്ടാകുന്ന ഏറ്റവും ഉയരത്തിലുള്ള ഏറ്റവും ശുദ്ധമായ പൂക്കൾ മരത്തിൽ കയറി ശേഖരിക്കുവാനായി ഭഗവാനോട് പ്രാർത്ഥിച്ച് നേടിയതാണ് അദ്ദേഹം പുലിയുടേതിനൊത്ത കൈകാലുകൾ. ഈശ്വരാരാധനയുടെ കാര്യത്തിലുള്ള ഋഷിസഹജമായ നിഷ്ഠ ഏതറ്റം വരെ പോയി എന്ന് നോക്കൂ. ഇനി ചിദംബരത്തുള്ള വ്യാഘ്രപാദൻ എങ്ങനെ ഇവിടെ വൈക്കത്തെത്തി? പറഞ്ഞല്ലോ, ഖരൻ പോയതും ശിവപ്രീതിക്കായി തപസ്സനുഷ്ഠിച്ചതും അന്നത്തെ ചിദംബരത്തായിരുന്നു. അവിടെ ഖരന് പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ ശ്രീശങ്കരൻ അനുഗ്രഹിച്ചു നൽകിയത് ഒന്നിനു പകരം 3 ശിവലിംഗങ്ങൾ. മടക്കയാത്രയിലുള്ള വിശ്രമത്തിനിടെ ഖരൻ താഴെ വെച്ച ശിവലിംഗങ്ങൾ അതാതിടങ്ങളിൽ ഭൂമിയിൽ ഉറച്ചു. വലത് കൈയിലിരുന്നത് വൈക്കത്തും കഴുത്തിൽ ഇടുക്കി പിടിച്ചത് കടുത്തുരുത്തിയിലും ഇടം കൈയിലിരുന്നത് ഏറ്റുമാനൂരിലും. മിത്താണെന്നും കഥയാണെന്നും പറഞ്ഞോളൂ, പക്ഷേ 3 ക്ഷേത്രങ്ങളും തമ്മിൽ ത്രികോണാകൃതിയിൽ വെച്ച് നോക്കിയാൽ വരുന്ന കൈയകലം ഒരുപോലെ. വിശ്വസിക്കാം, അവിശ്വസിക്കാം. വൈക്കത്തേക്ക് മടങ്ങി വരാം. ഭാരതത്തിലെ ഏറ്റവും നീളം കൂടിയ ജലാശയമായ വേമ്പനാട്ട് കായലിനോട് മുഖാമുഖം നിൽക്കുന്ന വൈക്കം പട്ടണം. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും അതുപോലെ എത്രയോ മഹാത്മാക്കളും വന്നിറങ്ങിയ ചരിത്രഭൂമിയാണിത്. ചരിത്രം ഇനിയും ഉറങ്ങിയിട്ടില്ലാത്ത എന്നല്ല, ഇടതടവില്ലാതെ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന നഗരം. ക്ഷേത്രനഗരിയെന്ന് നിസ്സംശയം വിളിക്കാവുന്ന പുണ്യഭൂമി. കായലിലൂടെ ഇവിടെ വന്നിറങ്ങിയ വീരപുരുഷന്മാരെ പറ്റിയും അവരിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ചരിത്രപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹമെന്ന സമരത്തെപ്പറ്റിയും പറഞ്ഞില്ലെങ്കിൽ ഈ നാടും ക്ഷേത്രേശനും കൂടി പൊറുക്കില്ല നമ്മളോട്. ജനിച്ച കുലത്തിൻ്റെയും തൊലിയുടെ നിറത്തിൻ്റെയും പേരിൽ മണ്ണിൽ പിറന്ന മനുഷ്യരെ മൃഗങ്ങളെക്കാൾ നികൃഷ്ടരായി കണ്ട് ചവിട്ടിമെതിക്കുകയും ചെറുത്തു നിന്നവരെ വെട്ടിക്കൊന്ന് കുളത്തിൽ താഴ്ത്തുകയും ചെയ്ത ഇപ്പോഴും ചോര പൊടിയുന്ന പൊറുക്കാനാവാത്തൊരു ഭൂതകാലമുണ്ടായിരുന്നു വൈക്കത്തിനും. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഭാരതമൊട്ടാകെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അലയൊലികൾ നാടും നഗരവുമെന്ന വേർതിരിവില്ലാതെ വീശിയടിക്കാൻ തുടങ്ങിയപ്പോൾ ടി.കെ. മാധവൻ എന്ന വിപ്ലവകാരിയായ മനുഷ്യസ്നേഹിയിലൂടെ അതേ തരംഗങ്ങൾ വൈക്കത്തും വന്നെത്തി. ആദ്യം അതിനൊരു ചെറുകാറ്റിൻ്റെ മർമ്മരമായിരുന്നെങ്കിൽ പിന്നീട് അതൊരു കൊടുങ്കാറ്റിൻ്റെ ഹുങ്കാരമായി മാറി. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് മനുഷ്യഹൃദയങ്ങളിലെ ഇരുട്ടകറ്റാനായി ക്ഷേത്രങ്ങളിൽ എഴുതി വെപ്പിച്ച ശ്രീനാരായണ ഗുരുവെന്ന കേരളം കണ്ട ഏറ്റവും സൗമ്യനായ വിപ്ലവ സന്യാസി വൈക്കം സത്യാഗ്രഹമെന്ന 1 വർഷക്കാലം നീണ്ടുനിന്ന സമാനതകളില്ലാത്ത സഹന സമരത്തിൻ്റെ സുന്ദര നിമിത്തമായി. ക്ഷേത്രത്തിൽ കടക്കാൻ പോയിട്ട് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പൊതുവഴികളിൽ കൂടി നടക്കാൻ പോലും പിന്നോക്കക്കാരെന്ന് ജനനാൽ മുദ്രകുത്തപ്പെട്ട മനുഷ്യർക്ക് അനുവാദമില്ലാതിരുന്ന കാലം. ജന്മിമാരുടെയും മേലാളരുടെയും സുഖത്തിനു വേണ്ടി പണിയെടുക്കാൻ അടിമത്തത്തിൽ ജനിച്ചു ജീവിച്ചു മരിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന ആയിരക്കണക്കായ മനുഷ്യർക്ക് അടിസ്ഥാന വ്യവസ്ഥയായ ആഹാരവും വസ്ത്രവും പോലും നിഷേധിച്ചിരുന്ന കറുത്ത കാലം. നൂറ്റാണ്ടുകളോളം അവരുടെ തലമുറകൾക്കിവിടെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു. അവരുടെ സ്ത്രീകൾക്ക്, അമ്മമാർക്കും ഭാര്യമാർക്കും പെൺമക്കൾക്കും മാറിടം മറയ്ക്കാനുള്ള അനുമതിയില്ലായിരുന്നു. പക്ഷേ നവോത്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ കാറ്റ് വീശിയടിച്ചപ്പോൾ ടി.കെ. മാധവനിലൂടെ, കെ.പി. കേശവമേനോനിലൂടെ, മന്നത്ത് പത്മനാഭനിലൂടെ, അങ്ങനെ എത്രയോ മനുഷ്യസ്നേഹികളിലൂടെ, സംഘാടകരിലൂടെ അതിൻ്റെ തരംഗങ്ങൾ വൈക്കത്തേക്കും വന്നു. മഹാത്മാഗാന്ധിയുടെ വരവോടെ ആ സമരത്തിനൊരു താരപരിവേഷവും പുത്തനുണർവും കൈവന്നു. ശ്രീനാരായണ ഗുരു തൻ്റെ പേരിലുണ്ടായിരുന്ന വേലൂർ മഠം എന്ന വൈക്കത്തെ ആശ്രമം സത്യാഗ്രഹികൾക്കായി സമ്പൂർണ്ണം വിട്ടുകൊടുത്തു. തമിഴ്നാട്ടിൽ നിന്നുള്ള ഇ.വി. രാമസ്വാമി നായ്ക്കരുടെയും പഞ്ചാബിൽ നിന്നുള്ള അകാലികളുടെയും വരവോടെ വൈക്കം സത്യാഗ്രഹം അതിൻ്റെ പരമോന്നതമായ തലത്തിലേക്കുയർന്നു.
രാജഭരണകാലമാകയാൽ അന്നത്തെ തിരുവിതാംകൂർ പ്രജാസഭയിലേക്കും അതിനും മുകളിലേക്ക് കയറി ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്കും വരെ ആധികാരികമായി തന്നെ വൈക്കത്തെ സമരത്തിൻ്റെ വാർത്തയെത്തുകയും ചർച്ചയാക്കപ്പെടുകയും ചെയ്തു. വൈക്കത്തെ സത്യാഗ്രഹം ഔപചാരികമായി 1925 അവസാനിച്ചുവെങ്കിലും അത് കൊളുത്തിവിട്ട സാമുദായികവും രാഷ്ട്രീയവും ബൗദ്ധികവുമായ തരംഗങ്ങൾ അവിടുന്നും ബഹുദൂരം മുമ്പോട്ട് സഞ്ചരിച്ചു. നിരന്തരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ 1936 നവംബർ 12 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ബാലരാമവർമ്മ ഹിന്ദുമതത്തിൽ ജനിച്ച ഹിന്ദുമത വിശ്വാസികളായ ഏതൊരാൾക്കും രാജാവിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും നിയന്ത്രണത്തിലുള്ള ഏതു ക്ഷേത്രങ്ങളിലും പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. വൈക്കം മഹാദേവ ക്ഷേത്രവും സത്യാഗ്രഹ ആശ്രമം പരിവർത്തിക്കപ്പെട്ടുണ്ടായ ആശ്രമം സ്കൂളും ദളവാക്കുളവുമാണ് ജീവിക്കുന്ന തെളിവുകൾ. സത്യാഗ്രഹത്തിൻ്റെ നാൾവഴികളും നായകന്മാരുടെയും പോരാളികളുടെയും രേഖാചിത്രങ്ങളും സൂക്ഷിച്ചിട്ടുള്ള ഒരു മ്യൂസിയവുമുണ്ട് വൈക്കത്തിന്ന്. ചരിത്രപ്രസിദ്ധമായൊരു ബഹുജന സമരത്തിൻ്റെ, സ്വാതന്ത്ര്യ സമരത്തോളം വളർന്ന സഹന സമരത്തിൻ്റെ കനലോർമ്മകൾക്ക് കുടപിടിക്കാൻ. അടിമയായി കിടക്കണം സഖാക്കളെ, പുത്രപൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ, ഗതഭയം ചരിക്ക നാം ഗരുഡതുല്യ വേഗരായി, സഹഗമിക്ക ധീരരേ ധീരരേ. വരാം വീണ്ടും ക്ഷേത്രത്തിനുള്ളിലേക്ക്. മഹാദേവ മനോഹര മഹാമന്ത്രാധിപ പ്രഭോ മഹാമായാ ഭഗവതി പ്രിയ നിന്നെ തൊഴുന്നേ. പരന്നീടും പ്രപഞ്ചത്തിൽ പകൽ രാത്രികളെ ചേർക്കും പരമാർഗം ധീരമാക്കും. അന്നദാന പ്രഭുവാണ് ഇവിടുത്തെ വൈക്കത്തപ്പൻ. മറ്റേതൊരു വിശേഷണത്തെക്കാളും കൂടുതൽ വൈക്കത്തപ്പൻ ഇണങ്ങുന്നത് അന്നദാന പ്രഭുവെന്ന സർനെയിം തന്നെ. തൻ്റെ ജനങ്ങളിൽ ഒരാൾ പോലും ആഹാരം കഴിക്കാതെ വിശന്നിരിക്കരുതെന്ന കർക്കശനിഷ്ഠയുള്ള ദേവൻ. അതുകൊണ്ട് തന്നെ അന്നും ഇന്നുമെന്നും വൈക്കത്തെ പരമപ്രധാന വഴിപാടും വൈക്കം പ്രാതലെന്ന് പ്രസിദ്ധമായ അന്നദാനം തന്നെ. അത്താഴപൂജ കഴിഞ്ഞാൽ കത്തിച്ച വിളക്കുമായി ഗോപുരവാതിൽ വരെ വന്ന ജീവനക്കാരിൽ ഒരാൾ വിളിച്ചു ചോദിക്കുന്നു ക്ഷേത്രേശനു വേണ്ടി അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന്. ഒന്നല്ല 3 വട്ടം. സുന്ദരതര പീനാഗധര ഹര സുന്ദരതര പീനാഗധര ഹര ഗംഗാധര രജ ചർമാംബരധര ഗംഗാധര ഗജ ചർമാംബരധര ചന്ദ്രചൂഡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ. പരശുരാമനാൽ പ്രതിഷ്ഠിതനാണ് ഇവിടുത്തെ ഭഗവാൻ എന്നാണ് സങ്കല്പം. പ്രതിഷ്ഠിച്ചത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാകയാൽ ശൈവ വൈഷ്ണവ ചൈതന്യങ്ങളുടെ സമ്മിശ്ര സ്വഭാവത്തിലാണത്രേ ഇപ്പോഴുമുള്ള വൈക്കത്തെ ചില പൂജാവിധികൾ. കഴിഞ്ഞിട്ടില്ല.
ഓരോ ദിവസവും 3 നേരം 3 വ്യത്യസ്ത ഭാവങ്ങളിലാണ് വൈക്കത്തപ്പൻ്റെ പൂജാവിധാനങ്ങളും അലങ്കാരങ്ങളും സ്വാഭാവികമായും അനുഗ്രഹങ്ങളും. പ്രഭാതത്തിൽ പരമപ്രിയങ്കരരും ഭക്ത അഗ്രേസരരുമായ മുനിജന ഭൃത്യാദികളാൽ വലയം ചെയ്യപ്പെട്ട ജ്ഞാനസ്വരൂപനായ ദക്ഷിണാമൂർത്തി. മധ്യാഹ്നത്തിൽ പഞ്ചപാണ്ഡവരിലെ മധ്യമനും വിലാളി വീരനുമായ അർജുനനെ ബാധിച്ച ഗർവമടക്കാൻ കാട്ടാളവേഷം ധരിച്ചെത്തിയ കിരാതമൂർത്തി. ഭഗവാന്റെ ഭാര്യാസമേതമുള്ള 1-ാം തരം പ്രച്ഛന്നവേഷം. യുദ്ധത്തിൽ തന്നോട് തോറ്റ് തലകുനിച്ച പാണ്ഡവവീരനെ പക്ഷേ ഭഗവാൻ അനുഗ്രഹിച്ചത് പാശുപത അസ്ത്രം നൽകി. അതുകൊണ്ട് ഉച്ചപൂജ സമയത്തേത് വിലാളി വീരന്മാരെയും വെന്ന വീരശ്രീ ബന്ധുരാംഗനായ കിരാതമൂർത്തി. വൈകിട്ടാണ് വൈക്കത്തപ്പൻ്റെ പരമവിശിഷ്ടമായ സകുടുംബ ദർശനം. തിരുമേയിൽ പാതിയായ പത്നി പാർവതീദേവിയോടും ത്രിപുത്രന്മാരായ ഗണപതിയോടും സുബ്രഹ്മണ്യനോടും ഒപ്പമുള്ള സർവാലങ്കാര വിഭൂഷിതനായ സാംബശിവമൂർത്തി.